എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് യൂണിന്റെയും ജിവോണിന്റെയും കുട്ടിക്കാലത്തെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. ബ്രൈഡായിട്ട് നല്ല ഭംഗിയിൽ ഒരുങ്ങി വരുന്ന യൂൺ ഇവളെ കണ്ട് ഇപ്പൊ കരയൂന്ന് മട്ടിൽ നിൽക്കുന്ന ഗ്രൂം ജിവോ. ഇവളെ കാണുന്നതും ഇവനാണെങ്കിൽ ഇപ്പോ എനിക്ക് യൂണിനെ കല്യാണം കഴിക്കണ്ട, എനിക്കിത് ജിസുവിനെ കല്യാണം കഴിച്ചാൽ മതി, എനിക്ക് യൂണിനെ വേണ്ടാന്നും പറഞ്ഞ് അവിടെ കിടന്ന് കരയുവാണ്. എടാ പൊട്ട, നമ്മൾ ശരിക്കും കല്യാണം കഴിക്കുന്നതൊന്നുമല്ല, നീ എന്താടെ കുട്ടികളെ പോലെ പെരുമാറുന്നതെന്ന് ചോദിച്ച് അവളെ പിണങ്ങി മാറി പോവാണ്. എന്നാ പിന്നീട് ഇവളെ വേണ്ടാന്നും പറഞ്ഞ് കരഞ്ഞ ഇതേ ജിവോണിന് തന്നെ അവളോട് ഇഷ്ടം തോന്നി തുടങ്ങുകയായിരുന്നു. അങ്ങനെ ഇവരിപ്പോ കല്യാണം കഴിക്കാൻ വരെ തീരുമാനിച്ചു നിൽക്കുന്നു. ഇവരുടെ കുട്ടിക്കാലത്തെ തൊട്ടുള്ള ഫോട്ടോസ് ഉള്ള ഒരു ആൽബം ആ സ്റ്റോർ റൂമിൽ ഉണ്ടായിരുന്നു. അത് നോക്കി ചിരിച്ചോണ്ടിരിക്കുകയാണ് അവർ. അങ്ങനെ ഇപ്പൊ ജിവോൺ നേരെ അപ്പാർട്ട്മെന്റിലോട്ട് വരുമ്പോൾ അവിടെയാണെങ്കിൽ അവന്റെ ഒരു സാധനങ്ങളും ഇല്ല. അതെല്ലാം ഗ്യോങ്തെ ആളുകളെ വിട്ട് അവന്റെ വീട്ടിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. മര്യാദയ്ക്ക് വീട്ടിലോട്ട് വരുന്നതാ നിനക്ക് നല്ലത്, നിന്റെ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് ഗ്യോങ്തെ അവന് മെസ്സേജ് അയക്കും. എന്ന് ജിവോൺ ആരാ മോൻ, അവൻ വീട്ടിലോട്ട് പോവില്ല, നേരെ ഓഫീസിൽ പോയി കിടന്നുറങ്ങും. ഇപ്പൊ രാവിലെ യൂണിനെ കാണുമ്പോഴാണ് അവൾ അവളുടെ റിംഗ് ഇട്ടിട്ടില്ലെന്ന കാര്യം ജിവോൺ മനസ്സിലാക്കുന്നത്. ചോദിക്കുമ്പോൾ അത് ആരെങ്കിലും കണ്ടാ പിന്നെ ചോദ്യമാകും, പറച്ചിലാകും. അതൊന്നും വേണ്ടല്ലോ എന്ന് വെച്ച് അവൾ ഊരി വെച്ചതാണ്. ഇത് കേട്ട് ഇഷ്ടപ്പെടാതെ ജിവോൺ ആണെങ്കിൽ ഇപ്പൊ പിണങ്ങി പോവാണ്. ഇവിടെ ഗ്യോങ്തേക്ക് മനസ്സിലായി താനിപ്പോ എന്തൊക്കെ ചെയ്താലും ഇവൻ വീട്ടിലോട്ട് വരില്ലെന്ന്. എന്നാലും ഇവനിപ്പോ എവിടെയായിരിക്കും നിൽക്കുന്നതെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അതൊക്കെ ഇപ്പൊ ഇത്ര ആലോചിക്കാനുണ്ടോ, അവൻ അവന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെ ആയിരിക്കും. അതിനിപ്പോ നിങ്ങളായിട്ട് ഒരു കാരണം കൂടി ഉണ്ടാക്കി കൊടുത്തില്ലേ. ഇത്രയ്ക്കായ അവനെ ഞാൻ ഇന്നൊരു പാഠം പഠിപ്പിക്കും, ഞാൻ അവനെ ദുബായിലോട്ട് അയക്കാൻ പോവാണെന്ന് പറയുമ്പോൾ കാലങ്ങൾക്ക് ശേഷമാണ് തന്റെ മകനെ ഒന്ന് കൈ കിട്ടിയത്. ഇനി എങ്ങോട്ടേക്കും അവൻ അയക്കില്ലെന്ന് പറഞ്ഞ് നിൽക്കുവാണ് ജിവോന്റെ അമ്മ. എന്നാ ശരി, എന്റെ കയ്യിൽ വേറൊരു ഡീലുണ്ട്. എന്റെ കയ്യിൽ ഒരുപാട് നല്ല പെൺകുട്ടികളുടെ ലിസ്റ്റ് ഉണ്ട്, അതിലേതെങ്കിലും ഒരെണ്ണത്തിന് നിന്റെ മോനോട് തെരഞ്ഞെടുക്കാൻ പറ. ഒന്നില്ലെങ്കിൽ ദുബായ് പോക്ക്, അല്ലെങ്കിൽ ഞാൻ തീരുമാനിക്കുന്ന പെങ്കൊച്ചുമായിട്ടുള്ള അവന്റെ കല്യാണം. ഇതിലൊന്ന് ഞാൻ നടത്തും എന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഗ്യോങ്തെ നിൽക്കുന്നത്. ജിവോണിനെ കാണാൻ വേണ്ടി ഗ്യോങ്തെ ഇറങ്ങുന്ന സമയം എന്ന് താനും വരാന്ന് പറഞ്ഞ് അവന്റെ അമ്മയും കൂടെ ചെല്ലും. യൂണാണെങ്കിൽ ജിവോൺ പിണക്കത്തിലാണെന്ന് മനസ്സിലാക്കി സ്കൂളിൽ നിന്ന് ആ റിംഗ് എടുക്കാൻ വേണ്ടി വീട്ടിലോട്ട് വരുവാണ്. അപ്പൊ അവിടെ ഗ്രാൻഡ്പി ഉണ്ട്. അവള് ഗ്രാൻഡ്പിക്ക് ആ റിംഗ് കാണിച്ചു കൊടുത്ത് കാര്യങ്ങളെല്ലാം പറയും. യൂണിന്റെ സന്തോഷം കാണുമ്പോൾ ഗ്രാൻഡ്പ ഹാപ്പി. അങ്ങനെ ഇപ്പൊ അവിടെ നിന്ന് സ്കൂളിലോട്ട് വരുന്ന യൂൺ നേരെ ജിവോന്റെ ഓഫീസും തള്ളി തുറന്ന് ദേ നോക്കിയെന്നും പറഞ്ഞ ആ റിംഗ് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവിടെ അവന്റെ അമ്മയും അച്ഛനും ഉള്ള കാര്യം അവള് കാണുന്നത്. അങ്ങനെ ഇപ്പൊ ഗ്യോങ്തയും ഭാര്യയും കാര്യങ്ങളെല്ലാം അറിയും. ഞാൻ എന്തായാലും പറയാനിരിക്കുമായിരുന്നു, ഇപ്പോ റിംഗ് കണ്ട സ്ഥിതിക്ക് ഞങ്ങൾ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന കാര്യം ജിവോൺ പറയുമ്പോൾ ശരി മാരേജ് ചെയ്തോ, പക്ഷെ ഇവളുമായിട്ടല്ല, ഞാൻ തീരുമാനിക്കുന്ന പെണ്ണുമായിട്ട്. ഇന്ന് ഇതിൽ ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞ് കുറെ പെങ്കുച്ചുങ്ങളുടെ ലിസ്റ്റ് ഇവന് കൊടുക്കുമ്പോൾ അത് വാങ്ങാതെ നിൽക്കുവാണ് ജിവോൺ. എന്നാൽ യൂൺ ഇപ്പൊ ഒരു മടിയില്ലാതെ അത് വാങ്ങി അതിലെ ഫോട്ടോസ് എല്ലാം നോക്കുവാണ്. ഇവരെല്ലാവരും കാണാൻ നല്ല ഭംഗിയുണ്ട്, ഭംഗി മാത്രമല്ല ഇവരെല്ലാവരും നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത് എന്ന് പറഞ്ഞ് ഇവരുടെ ഓരോ കാര്യങ്ങളും ഗ്യോങ്തെ ഇങ്ങനെ എണ്ണി പറയുമ്പോൾ സാറി പറയുന്ന ഇതേ കാര്യങ്ങളൊക്കെ എന്നിലും ഉണ്ട്. ഞാൻ ജീവിച്ചു വന്നതും വളരെ നല്ല രീതിയിലാണ്. പിന്നെ ഭംഗിയുടെ കാര്യം പറയുവാണെങ്കിൽ ഇവരെക്കാളെല്ലാം ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ഞാൻ, അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുമ്പോൾ ഇവളുടെ സംസാരം കേട്ട് വളരെ ഇംപ്രസ് ആയിട്ട് നിൽക്കുവാണ് ജിവോണിന്റെ അമ്മ. ഗ്യോങ്തയ്ക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റില്ല. യൂൺ ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ല സ്മാർട്ട് കുട്ടിയാ, നിങ്ങൾ ഒറ്റ ഡയലോഗ് കൊണ്ടല്ല അവള് ഫ്ലാറ്റ് ആക്കി വിട്ടെ. ഡിന്നറിന് വിളിച്ചപ്പോൾ ഞാൻ അവൾക്ക് എന്താ ഇഷ്ടമെന്ന് ചോദിക്കാൻ മറന്നു എന്നും പറഞ്ഞ് ജിവോണിന്റെ അമ്മ വരുമ്പോൾ അവളെ ഡിന്നറിന് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് നിൽക്കുവാണ് ഗ്യോങ്തെ. കെട്ടാക്കുമ്പോൾ ഓഫീസിൽ വെച്ച് ഇവളുടെ കയ്യിലെ റിംഗ് കാണുവാണ് സൂണയുടെ സംസാരം കേട്ട് ബാക്കിയുള്ളവരും അറിയും. അങ്ങനെ എല്ലാവരും കൂടെ റിങ്ങിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അത് കേട്ട് അങ്ങോട്ടേക്ക് ജിഹ വരുന്നത്. ജിഹയ്ക്ക് ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല, അവള് ജിവോണിനെ മറന്നു തുടങ്ങിയിട്ടുണ്ട്. യൂണിന്റെ സന്തോഷത്തിൽ അവള് ജെന്യുവൻലി ഹാപ്പിയാണ്. ഈ ഒരു സംസാരം കേട്ട് തന്നെയാണ് മൂൺസു അങ്ങോട്ടേക്ക് വരുന്നത്. ജിവോൺ യൂണിനെ പ്രപ്പോസ് ചെയ്തെന്നാ തോന്നുന്നത്. കുറെ മുന്നേ അവർ പിരിഞ്ഞെങ്കിലും അവര് കണ്ടു ദേ പൊന്നിച്ചു, ഇതിനാണ് ഈ വിധി എന്നൊക്കെ പറയുക എന്ന് പറഞ്ഞ് ജിവോണിന്റെ സന്തോഷം നോക്കി ജിഹ നിൽക്കുമ്പോൾ മൂൺസു ഒരു വല്ലാത്ത ഭാവത്തിലാണ് നിൽക്കുന്നത്. അവൻ കഴിഞ്ഞ പ്രാവശ്യം റൂഫ് ടോപ്പിൽ വെച്ച് യൂണും ജിവോണും കൂടെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ പണ്ട് റൂഫ് ടോപ്പിൽ നിന്ന് രക്ഷിച്ചത് ജിവോൺ ആണെന്നും അവൻ അറിഞ്ഞു. ജിവോണിന്റെ അവന് അത്ര ഇഷ്ടമൊന്നും അല്ലായിരുന്നെങ്കിലും തന്നെ രക്ഷിച്ച ആളാണെന്ന് അറിയുന്നത് കൊണ്ടായിരിക്കും അവനിപ്പോ ചെന്ന് ജിവോണിനോട് നന്ദി പറയും തന്നെ രക്ഷിച്ചത്. കെട്ടാകുമ്പോൾ ജിവോണിന്റെ അമ്മ ക്ഷണിച്ചതനുസരിച്ച് വീട്ടിലോട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ് യൂണും ജിവോണും. യൂണിനാണെങ്കിൽ മനസ്സിൽ നല്ല പേടിയുണ്ട്. പേടിക്കേണ്ട, എന്റെ അമ്മ ഭയങ്കര കൂളായിട്ടുള്ള ആളാണ്, പിന്നെ അച്ഛന്റെ കാര്യം നിനക്കറിയാലോ, എന്തൊക്കെ വന്നാലും അച്ഛൻ അങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ജിവോൺ ഇങ്ങനെ യൂണിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പറഞ്ഞതുപോലെ തന്നെ ഗ്യോങ്തെ തന്റെ പതിവ് സ്വഭാവം തന്നെയാണ് എടുക്കുന്നത്. മോൾ അതൊന്നും കാര്യമാക്കണ്ട, ഇങ്ങേരുടെ സ്വഭാവം അങ്ങനെയാ, എന്തിനും ഏതിനും ദേഷ്യമാണെന്ന് ഇവന്റെ അമ്മ ഇങ്ങനെ പറയുമ്പോൾ എനിക്കറിയാം, പക്ഷേ ഇദ്ദേഹം പണ്ട് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് പറയുവാണയോ. സാർ ഓർക്കുന്നുണ്ടോന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ പണ്ട് ചെറുപ്പത്തില് മഴയത്ത് എന്റെ കൂടെ പറന്നുപോയി താഴെ വീണെന്റെ കാലിന് മുറിവ് പറ്റുകയും ചെയ്തു. അന്ന് എന്റെ അടുത്തേക്ക് കുടയും കൊണ്ടുവന്ന് എന്നെ ഹെൽപ്പ് ചെയ്തത് സാറായിരുന്നു. ഇവ ഫ്ലാഷ് ബാക്കിലാണെങ്കിൽ ഇവൾ ഇങ്ങനെ മഴയത്ത് പോകുന്നത് കണ്ട് അങ്ങോട്ടേക്ക് കുടയും കൊണ്ടുവരുന്ന ഗ്യോങ്തെ ഇവളുടെ കൂടെ എവിടെ പോയെന്നുള്ള കാര്യമൊക്കെ ചോദിച്ച് മനസ്സിലാക്കുവാണ്. ഇവളുടെ കാലിൽ നിന്ന് ചോര വരുന്നത് കണ്ട് അടുത്തുള്ള കടയിൽ നിന്ന് ബാൻഡേജ് വാങ്ങി ഒട്ടിച്ചു കൊടുക്കും. അങ്ങനെ മഴ തീർന്നതിന് ശേഷം അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്ന ഇവളോട് ഇക്കാര്യമൊന്നും നീ വീട്ടിൽ പോയി പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. അന്ന് എന്നോട് വളരെ നല്ല രീതിയിലാണ് സാറ് പെരുമാറിയത്. പുറത്തിത്തിരി കർക്കശക്കാരനാണെങ്കിലും ഉള്ളിലെ സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം. ഗ്യോങ്തേക്ക് ഇപ്പോ വീണ്ടും ഉത്തരം മുട്ടിപ്പോകും. സത്യത്തിൽ പുള്ളിക്ക് യൂണിനോട് ദേഷ്യമൊന്നുമില്ല, എന്ന ഇവരുടെ ഫാമിലിയും ഗ്രാൻഡ് പിയും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് മെയിൻ പ്രോബ്ലം.
കെട്ടാകുമ്പോൾ ക്യുങ്ങൂൺ ഇങ്ങനെ ഈ ഫൗണ്ടേഷനിൽ നിന്ന് വെട്ടിച്ചിട്ടുള്ള പൈസയുടെ കണക്കെല്ലാം അവസാനം ജിവോൺ മനസ്സിലാക്കുവാണ്. ഇത് ലീഗലി തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് ജിവോണിന്റെ തീരുമാനം. എന്നാൽ പ്രശ്നം മുൻകൂട്ടി കാണുന്ന ക്യുങ്ങൂൺ ആണെങ്കിൽ നേരെ ഗ്യോങ്തയുടെ അടുത്തേക്ക് പോയി അയാളുടെ അടുത്ത് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് കുമ്പസരിക്കുവാണ്. എനിക്ക് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. അമേരിക്കയിലുള്ള എന്റെ ഭാര്യയും മോളും ബുദ്ധിമുട്ടിലായോണ്ട് ചെയ്തു പോയതാണ്. പ്ലീസ് എന്നെ റിപ്പോർട്ട് ചെയ്യരുത്. ഞാൻ എന്റെ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് എടുത്ത പൈസ എല്ലാം എങ്ങനെയെങ്കിലും തിരിച്ചു തന്നോളാം. പ്ലീസ് ഈ ഒരൊറ്റ പ്രാവശ്യം എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ, നീ എടുത്ത പൈസയൊന്നും എന്റെ അല്ലാത്തത് കൊണ്ട് ഇതെന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷെ ഇപ്പൊ ഈ ഫൗണ്ടേഷൻ എന്റെയാണ്. അതുകൊണ്ട് എല്ലാം ഇവിടെ വെച്ച് തീരണം. പക്ഷെ നീ ഒരു കാര്യം മറക്കുന്നു. നീ ചതിച്ചത് നിന്നെ സ്വന്തം മകനെ പോലെ കണ്ട ഒരാളെയാ. അവിടെ നിന്ന് ക്യുങ്ങൂൺ പോകുന്ന സമയം ഗ്രാൻഡ് പേയെ വിളിക്കാൻ വേണ്ടി ഗ്യോങ്തെ ഫോൺ എടുക്കുന്നതും ഗ്രാൻഡ് പേയുടെ കോൾ ഇങ്ങോട്ടേക്ക് വരും. നമുക്കൊന്ന് മീറ്റ് ചെയ്യാന്നും പറഞ്ഞ് ഈ പച്ചനോട് ക്യുങ്ങൂണിന്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ വേണ്ടിയിട്ട് ജിവോൺ അങ്ങോട്ടേക്ക് വരുമ്പോഴായിരിക്കും ക്യുങ്ങൂൺ അവിടെ നിന്ന് പോകുന്ന കാര്യം ഇവൻ കാണുന്നത്. ഇപ്പൊ ഇത് നമുക്ക് ലീഗലി മുന്നോട്ടേക്ക് കൊണ്ടുപോകാം, പോലീസിൽ അറിയിക്കാമെന്നെല്ലാം ജിവോൺ പറയുമ്പോൾ ഇപ്പൊ ഇതൊന്നും ആരും അറിയാൻ നിൽക്കണ്ട. അവൻ ഇതുവരെ ഉണ്ടാക്കിയതെല്ലാം ആ കിമ്മിനെയും അവന്റെ മോനെയും കൂടെ പറ്റിച്ചിട്ടാ. അതെങ്ങാനും അയാൾ ഇപ്പൊ അറിയുവാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോകും. എന്റെ ഗോൾഫ് കോഴ്സ് അതോടെ മുടങ്ങും. ക്യുങ്ങൂൺ എന്തായാലും പൈസ തിരിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ ക്യുങ്ങൂൺ വന്ന് നമ്മൾ അപ്രോച്ച് ചെയ്തതിന്റെ പിറകിലും എന്തോ ഒന്നുണ്ട്. അയാൾ എന്തോ ഒന്ന് മറയ്ക്കുന്നുണ്ടെന്നും പറഞ്ഞ് നിൽക്കുവാണ് ജിവോ. ഇതേ സമയം ഗ്രാൻഡ് തനിക്ക് അറിയാവുന്ന ഒരാളുടെ അടുത്ത് വന്ന് തന്റെ കയ്യിലുള്ള കുറച്ച് ഭൂമി വിൽക്കാൻ വേണ്ടി അയാളെ ഏൽപ്പിക്കുവാണ്. കാരണം കുറച്ചുകൂടെ കഴിഞ്ഞ് യൂണിന്റെ വിവാഹം എല്ലാം നടക്കാൻ പോവാണ്. അപ്പൊ ചെലവൊക്കെ കുറെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതറിയുന്ന ഇയാളാണെങ്കിൽ ഇപ്പൊ പൈസയ്ക്ക് അങ്ങനെ വല്ല അത്യാവശ്യമാണെങ്കിൽ അത് ആ ക്യുങ്ങൂണിനോട് ചോദിച്ചാൽ പോരെ. ക്യുങ്ങൂണ് സാധുവായിട്ട് നല്ല അടുപ്പത്തിലാണല്ലോ. ഈ വില്ലേജിലുള്ള പകുതി മുക്കാലും ഭൂമി അവന്റെ പേരിലാണ്. അതുകൊണ്ട് കയ്യിലുള്ള ഭൂമി വിൽക്കാതെ അവനോടൊന്ന് സംസാരിച്ചു നോക്ക്. എന്നാ ഇതറിഞ്ഞ് ഷോക്കാവുകയാണ് ഗ്രാൻഡ്. നീ എന്തി പറയുന്നേ? അവൻ താമസിക്കുന്നത് തന്നെ ഒരു ചെറിയ റൂമിലാ. പിന്നെ എങ്ങനാ ഇവൻ ഈ ഭൂമി വാങ്ങാനുള്ള പൈസയെല്ലാം കിട്ടുന്നേ? സാറെന്തീ പറയുന്നേ? അവൻ താമസിക്കുന്നത് ഗ്യോങ്തയുടെ അണ്ടറിലുള്ള ഒരു വലിയ വീട്ടിലാ. ഇപ്പൊ അടുത്ത് അങ്ങോട്ടേക്ക് താമസം മാറി. അയാളുടെ കയ്യിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ പൈസയുണ്ട്. ഒരുപാട് ഭൂമിയാണ് ഈ ഇടയ്ക്ക് ക്യുങ്ങൂൺ വാങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോ ആ ഗോൾഫ് കോഴ്സ് കൂടെ കഴിഞ്ഞാൽ ഒരുപാട് പൈസയായിരിക്കും അവന്റെ കയ്യിൽ കിട്ടാൻ പോകുന്നത്. ഗ്രാൻഡ് പെക്ക് ഈ കാര്യം വിശ്വസിക്കാൻ പറ്റില്ല. ഇതേസമയം ഗ്രാൻഡ് പറഞ്ഞതനുസരിച്ച് കാണാൻ വേണ്ടി വന്നിരിക്കുവാണ് ഗ്യോങ്തെ. എന്നാൽ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ട് ഗ്രാൻഡ് പേ കാണുന്നില്ല. അപ്പോഴാണ് പുറത്തൂടെ ഗ്രാൻഡ് പേ ഇങ്ങനെ നടന്നു പോകുന്ന കാര്യം ഗ്യോങ്തെ ശ്രദ്ധിക്കുന്നത്. എന്നെ ഇത്ര നേരം വെയിറ്റ് ചെയ്തിട്ട് താൻ എന്ത് ചെയ്യുമായിരുന്നു? താൻ എന്താണോ എന്നെ കണ്ട ഭാഗം നടിക്കാത്തേന്നും പറഞ്ഞ് ഗ്രാൻഡ് പേ പിടിച്ചു നിർത്തുമ്പോൾ ഗ്രാൻഡ് പേ ആണെങ്കിൽ ഇപ്പോ ഗ്യോങ്തെയോട് ആരാന്ന് ചോദിക്കുവാണ്. അതായത് ഇപ്പൊ ഗ്രാൻഡ് പേയുടെ ലെവൽ മൊത്തം തെറ്റി കിടക്കുവാണ്. കുറച്ച് കഴിയുമ്പോൾ അവിടെ ബോധം കെട്ട് വീഴുകയും ചെയ്യും. അങ്ങനെ ഇപ്പൊ ഗ്യോങ്തെ ഗ്രാൻഡ് പേയും പൊക്കിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരും. കുറച്ച് ദിവസം മുന്നേ ഗ്യോങ്തെ ഗ്രാൻഡ് പേ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാൻഡ് പ അന്ന് ഇയാളെ തന്റെ മകന്റെ പേര് ചൊല്ലിയാണ് വിളിച്ചത്. താൻ എന്താണോ പുതിയ നാടകം കൊണ്ട് ഇറങ്ങിയേക്കുവാണോ എന്നൊക്കെ ചോദിച്ച് അന്ന് ചീത്ത വിളിച്ച് ഗ്യോങ്തെ ഫോൺ കട്ടാക്കി. എന്നിപ്പോ അതോടെ ആലോചിക്കുമ്പോഴാണ് ഗ്യോങ്തേക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. ഗ്രാൻഡ് പേക്ക് ചെറുതായിട്ട് മറവിയുടെ രോഗം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കണ്ണു തുറക്കുന്ന ഗ്രാൻഡ് പേയോട് പേടിച്ച് തന്നെ മനസ്സിലാകുമെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഗ്രാൻഡ് പേക്ക് നല്ല ഓർമ്മയുണ്ട്. ഗ്യോങ്തയുടെ ഇരട്ട പേരാണ് വിളിക്കുന്നത്. എന്റെ കാര്യമൊന്നും നീ യൂണിനോട് പറയണ്ട. എനിക്ക് ഈ വയസ്സാവുന്നതിന്റെ പ്രശ്നമോ അറിഞ്ഞ അവള് പേടിക്കും. പിന്നെ ക്യുങ്ങൂന്റെ പേരിലുള്ള ഭൂമിയെല്ലാം അവന്റെ പേരിൽ എഴുതി കൊടുത്തത് നീയാണോ? എന്നാൽ ഗ്യോങ്തെ ഇപ്പൊ ഗ്രാൻഡ് പേയോട് പറയും ഇതിലൊന്നും തനിക്ക് ഒരു പങ്കുമില്ല. ടൗണിൽ ആളുകളെ നന്നായിട്ട് പരിചയമുള്ളത് കൊണ്ട് അവരെ കയ്യിലെടുക്കാൻ വേണ്ടിയാണ് ഗോൾഫ് കോഴ്സിന്റെ കാര്യത്തിൽ താൻ അവനെയും കൂടെ ചേർത്തത്. അല്ലാതെ ഞാൻ അവനൊരു ചില്ലി കാശ് കൊടുത്തിട്ടില്ല. ഗോൾഫ് കോഴ്സ് തുടങ്ങുമ്പോൾ അതിനടുത്തുള്ള പ്ലേസിനൊക്കെ നല്ല വിലയുണ്ടാകും. ആ സമയം നോക്കി അതെങ്ങനെയെങ്കിലും നല്ല പൈസയ്ക്ക് വിറ്റ് അമേരിക്കയിലുള്ള തന്റെ ഫാമിലിയുടെ അടുത്തേക്ക് മുങ്ങാനാണ് ക്യുങ്ങൂന്റെ പ്ലാൻ. വീട്ടിലോട്ട് വരുന്ന ഗ്രാൻഡ് പേ ആണെങ്കിൽ ഇപ്പോൾ വീടിന്റെ ലോക്ക് വരെ മറന്നിരിക്കുവാണ്. ഇതും കണ്ടുകൊണ്ടാണ് മൂൺസ് വരുന്നത്. മൂൺസുവിന് ഗ്രാൻഡ് പേയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മനസ്സിലാകും. കാരണം മൂൺസുവിന്റെ മുത്തശ്ശിക്കും ഇതേ ഒരു പ്രശ്നമുണ്ട്. ഇതെല്ലാം വയസ്സാകുമ്പോൾ നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ്. ഇതെന്തായാലും നീ യൂണിനോട് പറയരുത്, അവള് പേടിക്കും. നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് ഗ്രാൻഡ് പ മൂൺസുവിന്റെ വാടപ്പിക്കും. എന്ന ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ഗ്രാൻഡ് പേയുടെ ഫോണിൽ ഒരു ട്രാക്കിംഗ് ആപ്പ് സെറ്റാക്കി കൊടുക്കുവാണ് മൂൺസു. കാരണം അവന്റെ മുത്തശ്ശിയും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മയില്ലാതെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോകുന്നത് കൊണ്ട് അവൻ ഈ ഒരു ട്രാക്കിംഗ് ആപ്പ് മുത്തശ്ശിയുടെ ഫോണിലും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീട്ടിലോട്ട് വരുന്ന യൂണിനാണെങ്കിൽ ഓരോ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്ത് കാണിച്ച് അതൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് അതുപോലെ തന്റെ ഓരോ കാര്യത്തിന്റെ പാസ്വേഡും പറഞ്ഞു കൊടുക്കുവാണ്. എന്തിനാണ് മുത്തശ്ശൻ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നതെന്നൊന്നും അവൾക്ക് മനസ്സിലാവില്ല. കേട്ടാകുമ്പോൾ ഗ്യോങ്തയുടെ ഫോണിലോട്ട് ഗ്രാൻഡ് പേ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലുകാരെ കോൾ ചെയ്ത് ഇന്ന് ഗ്രാൻഡ് പേ ട്രീറ്റ്മെന്റിന് വേണ്ടി വരേണ്ട ഡേ ആണ്, ഇന്ന് വന്നിട്ടില്ല എന്നുള്ള കാര്യം അറിയിക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലിൽ ഗ്രാൻഡ് പേ കൊണ്ട് ചെന്നാക്കിയത് ഗ്യോങ്തെ ആയിരുന്നല്ലോ. ഇവിടെ ഓഫീസിലാണെങ്കിൽ എന്തോ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന യൂണിന്റെ അടുത്ത് വന്ന് ജിഹ്യ കാര്യം ചോദിക്കുമ്പോൾ എനിക്കെന്തോ ഗ്രാൻഡ് പേയുടെ കാര്യം ആലോചിച്ച് ഒരു വേവലാതി. അതുപോലെ ഇത്രയും സന്തോഷിക്കാവോ എന്നാലോചിച്ചും ഒരു പേടി. ചിലപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ച ഒരുപാട് കരയാനുണ്ടെങ്കിലും അപ്പൊ ഇത് കേൾക്കുന്ന ജിഹ്യ പറയും ഇപ്പോ നീ ഹാപ്പി ആണെങ്കിലും അല്ലെങ്കിലും അതെല്ലാം ഷെയർ ചെയ്യാൻ നിനക്കൊരാളില്ലേ? നീ അങ്ങനെ ആലോചിച്ച് നോക്ക്. നിനക്കറിയാം ഒരുപാട് നാളായിട്ട് കൊണ്ടു നടന്നിരുന്ന ഒരു ഭാര്യം ഇറക്കി വെച്ചപ്പോഴാണ് ഞാൻ ആ പഴയ ജിഹ്യ ആയത്. ഇപ്പൊ അങ്ങോട്ടേക്ക് ജിവോന്റെ കാത് വരുന്നത് കാണുമ്പോൾ ജിഹ്യ യൂണിനെ അവന്റെ അടുത്തേക്ക് പറഞ്ഞേക്കും. ജിവോൺ ആണെങ്കിൽ ഇപ്പൊ ഭയങ്കര ചിന്തയിലാണ്.
ക്യുങ്ങൂണിന്റെ ഇഷ്യൂ ആണ് മെയിൻ പ്രോബ്ലം. ഇവനിപ്പോ ഇവളോട് ക്യുങ്ങൂണിന്റെ കാര്യം ചോദിക്കുമ്പോൾ അങ്കിളിന്റെ പാരന്റ്സ് മരിച്ചതിന് ശേഷം ഗ്രാൻഡ് പേ ആണ് അച്ഛനെ പോലെ അങ്കിളിനെ വളർത്തിയത്. എന്റെ അച്ഛനും അങ്കിളും ഒരു കമ്പനി തുടങ്ങി. നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് വരെ ആ കമ്പനിയിൽ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും അറിയില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അച്ഛന്റെ മരണശേഷമാണ് എല്ലാം പുറത്തേക്ക് വരുന്നത്. പക്ഷെ എല്ലാ പ്രശ്നങ്ങളും മുന്നിൽ നിന്ന് സോൾവ് ചെയ്തത് അങ്കിളാണ്. എന്റെ മുത്തച്ഛൻ അങ്കിള് ശരിക്കും മോനെ പോലെയാ. എന്തെല്ലാം ചോദിക്കാൻ കാര്യമെന്ന് തിരക്കുമ്പോൾ വെറുതെ അറിഞ്ഞിരിക്കാനാന്ന് പറയും. ഇവിടെ ഗ്യോങ്തി ആണെങ്കിൽ വന്ന് ഗ്രാൻഡ് പേയോട് എന്താ ഹോസ്പിറ്റലിൽ പോവാഞ്ഞെന്ന് ചോദിച്ച് ചീത്ത പറയുമ്പോൾ ഇത് ആൾക്കാർ കേൾക്കുന്നും പറഞ്ഞ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ് ഗ്രാൻഡ്. ഹോസ്പിറ്റലിലോട്ട് പോകാൻ നോക്ക്, അല്ലെങ്കിൽ അവർ വീണ്ടും എന്നെ വിളിച്ച് ശല്യപ്പെടുത്തും എന്ന് പറയുന്ന ഗ്യോങ്തിയോട് ഏതോ ഒരു പ്രാവശ്യം അങ്ങനെ സംഭവിച്ചെന്ന് വെച്ച് എപ്പോഴും എനിക്ക് ഈ മറവി ഉണ്ടാകില്ലെന്ന് പറയുവാണ് ഗ്രാൻഡ്. പക്ഷേ ഇത് ആദ്യത്തെ പ്രാവശ്യം അല്ലായിരുന്നു എന്നും തന്നെ ഒരു തവണ ഫോൺ വിളിച്ച് ഗ്രാൻഡ് പേയുടെ മകൻ ഹോസോക്കിന്റെ പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം കൂടെ ഗ്യോങ്തി പറയുമ്പോഴാണ് തന്റെ കാര്യം ചെറുതായിട്ട് പ്രശ്നമാണെന്ന് ഗ്രാൻഡ് പിക്ക് മനസ്സിലാവുന്നത്. ഇനിയിപ്പോ എല്ലാം മറന്നുപോയി ഞാനിങ്ങനെ കിടപ്പിലാകുവാണെങ്കിൽ ആൾക്ക് ഞാനൊരു ഭാരമാകാതിരിക്കാൻ നീ എന്നൊരു നഴ്സിംഗ് ഹോമിലാക്കണം. യൂണിനെ നോക്കാൻ ഞാൻ ക്യുങ്ങോണിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. താൻ ഇപ്പോഴും അവനെ വിശ്വസിച്ചിരിക്കുവാണല്ലേ? ഒന്ന് ആലോചിച്ചു നോക്ക്, ഈ ഭൂമിയെല്ലാം വാങ്ങാൻ അവൻ എവിടെ നിന്ന പൈസ? എടോ, അവന്റെ ആ പൈസയല്ല തന്റെ മകന്റെയാ. തന്റെ മകന്റെ കമ്പനിയിൽ നിന്ന് ഫണ്ട് മുക്കുമായിരുന്നു അവൻ. കമ്പനി പൂട്ടാനായപ്പോഴും അവൻ അത് ചെയ്തുകൊണ്ടേയിരുന്നു. തന്റെ മകൻ ഹോസോക്കിന്റെ കമ്പനി പെട്ടെന്ന് പാളിപ്പോക്കാൻ കാരണം എന്താണെന്നാ താൻ വിചാരിച്ചിരിക്കുന്നത്? അത് പെട്ടെന്ന് കുറച്ച് പൈസ വന്നപ്പോൾ അവൻ ആർത്തി കൂടി വേറെ കുറെ ബിസിനസ് കൂടെ ചെയ്തതുകൊണ്ടാണെന്ന് ഗ്രാൻഡ് പ പറയുമ്പോൾ അതൊന്നുമല്ല, ഇതിനെല്ലാം മെയിൻ പ്രോബ്ലം ആ ക്യുങ്ങൂണ. ആ കമ്പനിയുടെ തകർച്ചയ്ക്ക് കാരണമേ അവന്. ഗോൾഫ് കോഴ്സൂടെ കഴിഞ്ഞാൽ അവൻ ഒരുപാട് പണക്കാരനാകും. കെട്ടാക്കുമ്പോൾ ഇപ്പൊ പെട്ടെന്ന് ജിവോണിന് ഗ്യോങ്തിയുടെ ഒരു കോള് വരികയാണ്. താൻ അറിയാതെ കാര്യങ്ങളെല്ലാം ഗ്രാൻഡ് പേയോട് തുറന്നു പറഞ്ഞെന്നും അയാൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല, കുറച്ച് പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. നീ ഒന്ന് യൂണിനെ കൂട്ടി അയാളെ ചെക്ക് ചെയ്യാൻ പറയും. ഇവര് രണ്ടുപേരുടെ വീട്ടിലോട്ട് ഓടി വരുമ്പോൾ ഇന്ന് അവിടെ ഗ്രാൻഡ് പേ ഉണ്ടായിരുന്നില്ല. ഇവര് ഗ്രാൻഡ് പേ അന്വേഷിക്കുന്നത് കണ്ടാണ് മൂൺസു അങ്ങോട്ടേക്ക് വരുന്നത്. മൂൺസു ഇപ്പൊ തന്റെ ഫോണിലെ ട്രാക്കർ വെച്ച് ലൊക്കേഷൻ കണ്ടുപിടിക്കും. ഗ്രാൻഡ് പേ വന്നിട്ടുണ്ടായിരുന്നത് ക്യുങ്ങോന്റെ വീട്ടിലോട്ടായിരുന്നു. ഒരു കല്ല് കൊണ്ട് ഫ്രണ്ട് ഡോർ തകർത്ത് ഗ്രാൻഡ് പേ അകത്തേക്ക് കയറി. അവിടെ എല്ലാം ദേഷ്യം കയറി അടിച്ചു തകർക്കുവാണ്. ഈ സമയമാണ് അവിടെ നിന്നൊരു മാല ഗ്രാൻഡ് പേക്ക് കിട്ടുന്നത്. അത് പണ്ട് ഗ്രാൻഡ് പേയുടെ മകനും ക്യുങ്ങോണിനും കൂടെ ഗ്രാൻഡ് പേ വാങ്ങി കൊടുത്തതായിരുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ക്യുങ്ങോൺ എത്തുകയും ചെയ്യും. സിറ്റുവേഷൻ കണ്ട് അവന് മനസ്സിലാകും കാര്യം അത്ര പന്തിയല്ല. ഈ സ്ഥലം എങ്ങനെയാ കണ്ടുപിടിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ മാല കാണിച്ചു കൊടുത്ത് ഇത് രണ്ടും നിന്റെ കയ്യിൽ എങ്ങനെയാ വന്നേ? എന്റെ മോൻ ഹോസോക്കിന്റെ കാറിൽ ഈ മാല എപ്പോഴും ഉണ്ടായിരുന്നു. എന്ന ആക്സിഡന്റ് സമയത്ത് പോലീസുകാർക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയല്ല നീ എന്നോട് പറഞ്ഞേ. പക്ഷെ ഇതിപ്പോ എങ്ങനെ ഇവിടെ വന്നു? ഹോസോക്കിന് ആക്സിഡന്റ് സംഭവിക്കുന്ന ദിവസം നീ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് പോലെ കാണാം. കാറിൽ ആക്സിഡന്റ് പറ്റി കിടക്കുന്ന യൂണിന്റെ അമ്മയും അച്ഛനും. അങ്ങോട്ടേക്ക് വരുന്ന ക്യുങ്ങോൺ കാറിൽ തൂക്കിയിട്ടിരിക്കുന്ന ഈ മാല എടുത്തുകൊണ്ട് പോകും. എന്നാ പെട്ടെന്ന് ക്യുങ്ങോണിന്റെ കേത് പിടിക്കുവാണ് ഹോസോക്ക്. നീയാണോ അവനെ കൊന്നേ? എന്റെ മോന്റെ മരണത്തില് നിനക്ക് കൈയുണ്ടോന്ന് ചോദിക്കുന്ന ഗ്രാൻഡ് പേയോട് ഞാൻ ആരെയും കൊന്നിട്ടില്ല, അവൻ മരിക്കാൻ കാരണം അവൻ തന്നെയാ. പറഞ്ഞതാ ഞാൻ അവനോട് എനിക്ക് കുറച്ച് സമയം നീട്ടിത്തരാൻ. പക്ഷെ അത് കേൾക്കാതെ അവൻ എന്റെ പിന്നാലെ വന്നു. അവനെടുത്ത ആ തെറ്റായ തീരുമാനം കാരണം അവൻ മരിച്ചേ. അതിൽ എന്റെ തെറ്റൊന്നും ഇല്ലാന്നും പറഞ്ഞ് ഗ്രാൻഡ് പേയുടെ കയ്യിൽ നിന്ന് മാല പിടിച്ചു വാങ്ങാൻ നോക്കുവാണ് ക്യുങ്ങോൺ. കിട്ടില്ലെന്നാകുമ്പോൾ അവൻ ഫോഴ്സിൽ ഗ്രാൻഡ് പേയെ താഴേക്ക് തള്ളിയിടും. പോയി വീണ ശക്തിയിൽ ഗ്രാൻഡ് പേക്ക് ഇപ്പൊ അനക്കമില്ല. ഇതേ സമയം ലൊക്കേഷൻ മനസ്സിലാക്കി അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് യൂണും ജിവോണും. ഈ ഒരു സീനോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നു. ക്യുങ്ങോണിനെ ഇവരെ കൈയോടെ പൊക്കോ എന്നും ഡ്രാമ ഒരു ഹാപ്പി എൻഡിങ് ആണോ അല്ലയോ എന്നും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.